ശ്രീ ജോർജ് ജോസഫ്, ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയ തെളിവെടുപ്പിന് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കർണാടകത്തിൽ, അതുപോലെ തമിഴ്നാട്ടിൽ, ആന്ധ്രാപ്രദേശിലൊക്കെ കൊണ്ടുപോകായിരിക്കും വരും ദിവസങ്ങളിൽ. ഇനിയിപ്പോൾ പ്രതിപട്ടികയിൽ വരാൻ പോകുന്നത് മുരാരി ബാബു ഉറപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ സ്ഥാനം പട്ടികയിൽ ഉറപ്പിച്ചു. കൽപേഷ് ഉണ്ടാകും ഇയാളുടെ സഹായി, അല്ലേ? പിന്നെ ദേവസ്വം ബോർഡ് സെക്രട്ടറി, അതുപോലെ കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാവരും ഉണ്ടാവും. പക്ഷേ ദേവസ്വം ബോർഡ് അധ്യക്ഷനിലേക്ക് എത്തുമ്പോൾ, നേരത്തെ CPM പ്രതിനിധി ഇവിടെ പറഞ്ഞു, അവർക്ക് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് വലിയ പങ്കാളിത്തമൊന്നുമില്ല. പത്മകുമാറും വാസുവും പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൽ ഒരറിവും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കൈമാറാൻ പറ്റുമോ? അന്വേഷണം സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡൻറ്റും അംഗങ്ങളും ഒക്കെ അകത്താവില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അന്നത്തെ 2019 അതിന് ശേഷമുള്ള 2 ദേവസ്വം ബോർഡ് മന്ത്രിമാരുണ്ട്. ഇവർക്ക് തീർച്ചയായിട്ടും വൈക്കേരിയസ് ലയബിലിറ്റി ഉണ്ടല്ലോ. അവരുടെ കീഴിലല്ലേ ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ വൈക്കേരിയസ് ലയബിലിറ്റി വെച്ച് അവർ പ്രതിയായല്ലേ പറ്റുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് അതെടുത്ത് പറഞ്ഞത്. അവർ മോട്ടിച്ചോ പിടിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കേസിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്തിനാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ശബരിമലയുടെ സുരക്ഷിതത്വം, അവിടെ അയ്യപ്പനെ നമ്മൾ അവിടെ സംരക്ഷിക്കാനും അയ്യപ്പൻ്റെ സ്വത്തുക്കൾ, വന്നു ചേരുന്ന സ്വത്തുക്കൾ സംരക്ഷിക്കാനല്ലേ ദേവസ്വം ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനല്ലേ ദേവസ്വത്തിൻ്റെ മന്ത്രി വെച്ചിരിക്കുന്നത്. അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ അവിടെ പ്രവർത്തിച്ച് മോട്ടിച്ചെടുത്തുകൊണ്ട് പോയാൽ അവർ വൈക്കേരിയസ് ലയബിലിറ്റി കൊണ്ട് കൃത്യമായിട്ട് അവരെ ഈ കേസിനകത്ത് പ്രതിയാകുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഞാനാണ് അവിടെ ഇരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം ഇപ്പോഴേ നമ്മൾ വേറൊരു കാര്യം കൂടെ, ഇതിനകത്തുള്ള എവിഡൻസ് ഈ കണക്കൊക്കെ പറഞ്ഞെങ്കിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ട് സുഹൃത്തുക്കളായ ആൾക്കാർ മുഖേനയാണ് ഇത് അടിച്ചു മാറ്റിയിരിക്കുന്നതെങ്കിൽ, ഇത് ഇപ്പോൾ വരുന്നൊരു മറ്റൊരു വാർത്ത, ബോംബെയിലുള്ള ഇലക്ട്രോളിക്സിസ് പ്രോസസ്സിലാണ് ഈ സ്വർണം ഇതിനകത്ത് വീണ്ടെടുത്തെന്ന് പറയുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്വർണം, തനി സ്വർണം 24 കാരറ്റാണ്. അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 1094 ഡിഗ്രി സെൽഷ്യസ് ആണ് നേരെ. പക്ഷേ അതിൽ കൂടുതൽ സെൽഷ്യസ് ആണ്, അതിനെക്കാട്ടും 200 ഡിഗ്രി സെൽഷ്യസ് കൂടുതലാണ് ചെമ്പിന്. അപ്പം ഒരു ഇലക്ട്രോണിക്സിസ് പ്രോസസ്സിനകത്ത് ആ ലൈനിൽ കൂടെ ഇത് പോയി കഴിയുമ്പം ആദ്യം മെൽറ്റ് ചെയ്ത് പോകുന്നത് സ്വർണ്ണമാണ്. പിന്നീട് പിന്നെ ഒരു 200 ഡിഗ്രിയുടെ പോയെങ്കിലേ ഉള്ളൂ ചെമ്പ് വരികയുള്ളൂ. അപ്പം ആ ചെമ്പൂടെ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴേ മുഴുവൻ സ്വർണ്ണവും അതിനകത്ത് ഉരുകി കിട്ടുള്ളൂ അവർക്ക്. അതുകൊണ്ട് ചെമ്പ് അവിടുന്ന് അടിച്ചു മാറ്റിയതൊന്നും കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം അതിനകത്ത് നഷ്ടപ്പെട്ട സ്വർണ്ണങ്ങൾ ചിലപ്പം അത് വാങ്ങിച്ചെടുത്തവരെ, വിറ്റെടുത്തവരെ, പുട്ടടിച്ചവരെ എന്നൊക്കെ അതിനുള്ള കോസ്റ്റോ അല്ലെങ്കിൽ അതിന് പകരം സ്വർണ്ണമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഇവർ ഈ തട്ടിപ്പ് കാലാകാലങ്ങളായിട്ട് നടക്കുന്ന തട്ടിപ്പാണ്. അതൊരുപാട് സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാം. അതിനകത്ത് ഓരോരുത്തർക്കും ശബരിമലയുള്ളവർക്ക് അവിടുത്തെ ഒരു പ്യൂണായാലും ശരി 10 രൂപയെങ്കിലും അയാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളെയും പ്രതിയാക്കണം. അതുകൊണ്ട് പ്രതിക്കോളത്തിൻ്റെ ലിസ്റ്റ് കുറച്ച് നീണ്ടതാണ്. ആദ്യത്തെ FIR മാത്രമാണ് 14 ദിവസത്തേന് കസ്റ്റഡി വാങ്ങിച്ചിരിക്കുന്നത്. ആ ആദ്യത്തെ FIRനകത്ത് തന്നെ 10 പേരോളം വന്നിരിക്കുന്നു. അവിടുത്തെ സ്റ്റാഫും ദേവസ്വം ബോർഡ് അന്നത്തെ പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ കൂടെയുള്ള 2 അംഗങ്ങളും ഉൾപ്പെടെ 10 പേര് അതിനകത്ത് ലയബിൾ ആവും. അതിനകത്താണ് ഇപ്പം കസ്റ്റഡി വാങ്ങിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു FIR ഉണ്ട്. ഈ 14 ദിവസത്തിനകം ഈ ഗോൾഡ് മുഴുവൻ റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത 14 ദിവസം കൂടെ അവർ ചോദിക്കും. അത് ആദ്യത്തെ FIRൽ അത്രയും ദിവസം കസ്റ്റഡി പോകും, 30 ദിവസമെങ്കിലും മാക്സിമം കൊടുത്തിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ FIRനകത്ത് കിടക്കുകയാണ് വീണ്ടും. അതുകൊണ്ട് സത്യസന്ധമായിട്ട് ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിലല്ല ഈ കാര്യങ്ങൾ പോകുന്നത്. മറ്റൊന്ന്, അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ അവിടെ 2 SP-മാർ, വിജിലൻസ് SP-മാരുണ്ട്. അവരെ ഇപ്പം കൊണ്ട് ഹൈക്കോടതി ഓടിപ്പിടിച്ച ഒരു റിപ്പോർട്ട് കൊടുത്ത അടിസ്ഥാനത്തിലാണെന്ന് അവർ കരുതരുത്. കാരണം അവർക്ക് ലയബിലിറ്റി ഉണ്ട്, അതിന് മുമ്പിരുന്നവർക്ക് ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ അവരാണിത് നേരിട്ട് ആദ്യം ഇത് ഉന്നയിക്കേണ്ടതും ആദ്യം ഗവൺമെൻറ്റിനെ അറിയിക്കണേ. അവർ സൈലൻ്റ് ആയിട്ടിരുന്നപ്പം ബെനിഫിഷ്യൽ എന്തെങ്കിലും അവർക്ക് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരുടെ ജോലി എന്താണ് അവിടെ? ശബരിമല വിജിലൻസിലെ SP-മാർ കാലാകാലങ്ങി ഇരിക്കുന്നത് അവർക്ക് IPS ഉണ്ടെന്നോ IAS ഉണ്ടെന്നൊന്നും അല്ല പ്രശ്നം. അവരവിടെ ഇരിക്കുന്നത് കൃത്യമായിട്ട് അവിടുത്തെ പ്രോപ്പർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യാനും അവിടെ ഒരു മോഷണം നടക്കാതിരിക്കാനൊക്കെയാണ്.
അത് തന്നെ. പിന്നെ എന്തിനാണ് വിജിലൻസ് അവിടെ ഇരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് ചെയ്യാതെ 8-10 വർഷമായിട്ട് മിണ്ടിയിട്ടില്ല, അനങ്ങി. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഇപ്പോൾ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടൊന്നും നമുക്ക് വകവെച്ച് കൊടുക്കാൻ കഴിയില്ല. അവരെന്തുകൊണ്ട് ഇത്ര നാളായിട്ട് അത് റിപ്പോർട്ട് ചെയ്യില്ല? എന്തുകൊണ്ട് ഇവർ അറിഞ്ഞില്ല? അപ്പോൾ അതുമൊക്കെ ഞാൻ ഈ ചോദ്യം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അക്കാലത്തെ 2018 കാലത്തെ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരെയും ഇതിൽ പ്രതി ചേർക്കണം. കാരണം മഹസർ തയ്യാറാക്കുന്ന സമയത്ത് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അനിവാര്യമല്ലേ? അതല്ലേ അവിടുത്തെ എല്ലാ കാര്യത്തിലും എല്ലാ ഇതിലും അവരുടെ പ്രസൻസ് അവിടെ വേണം. അവിടെ തട്ടിപ്പും വെട്ടിപ്പും ഉണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ എന്തിനാണ് അവരവിടെ ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ ഇത്രയും വർഷമായിട്ട്. 8-10 വർഷമായിട്ട് അവിടുത്തെ ദേവസ്വത്തിൻ്റെ അവിടുത്തെ സ്പെഷ്യൽ ഓഫീസർ, പോലീസ് സ്പെഷ്യൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹൈക്കോടതി ഇടപെട്ടപ്പം ഉള്ള സത്യങ്ങളെല്ലാം കുറച്ചൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിനോട്ട് ഹൈക്കോടതി തൃപ്തിയാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവർക്ക് എന്താണ് അവിടെ പണി? എന്തായാലും ശരി, അടുത്ത പോറ്റി വിചാരിക്കുന്ന അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ഉണ്ട്. അദ്ദേഹത്തിന് അഡ്വക്കേറ്റിനെ കാണാൻ സൗകര്യം ചെയ്ത് കോടതി കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അഡ്വക്കേറ്റ് അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങളെ ഉപയോഗിച്ച് തട്ടിച്ചെടുത്തോണ്ടവന്മാരുടെ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞേക്കാൻ, അത് തുറന്ന് പറയും. ആരൊക്കെയാണ് അതിനകത്ത് വീഴുന്നതെന്ന് നമുക്ക് അപ്പോൾ അറിയാം.